What do you mean by jump statement? So jump statement are the statements that transfer the program control from one place to another. പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാമിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് തരത്തിലുണ്ട്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആയാലും ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആയാലും അവിടെ നടക്കുന്നത് എന്താണ്, പ്രോഗ്രാമിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാണ്. Either they skip the statements or repeatedly execute the statement. Depends on the condition. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത അവിടെ പ്രോഗ്രാമിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷനാണ്. Whereas in the case of jump statement, here the program control is transferred from one place to another unconditionally. ഇവിടെ ഒരു കണ്ടീഷൻ ഇല്ല, ഇവിടെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. So without any condition, the program's control is transferred from one place to another. So in C++, there are 4 type of jump statements. They are return, go to, break, continue. These 4 terms are keywords. So first one, go to statement. Go to statement can transfer the program control to anywhere in the program. എവിടേക്ക് വേണമെങ്കിലും പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സിൻടാക്സ് നോക്കുക, ഗോ ടു ഈസ് എ കീവേഡ് ഫോളോഡ് ബൈ എ ലാബൽ. ദിസ് ലാബൽ ഈസ് എൻ ഐഡൻറ്റിഫയർ. നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഈ ലാബിൽ നമ്മൾ എവിടേക്കാണോ നമുക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവിടേക്ക് ഈ സെയിം ലാബിൽ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ കോളൻ കൊടുത്താൽ മതി. സോ ഓട്ടോമാറ്റിക്കലി ഗോ ടു എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എവിടെയാണോ ഈ ലാബിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടേക്കായിരിക്കും പിന്നെ പ്രോഗ്രാം കൺട്രോൾ അതിൻ്റെ നേരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുതലാണ് പിന്നെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്തായിട്ടുണ്ടാവും, സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ വി ക്യാൻ പ്ലേസ് ദിസ് ലാബിൽ എയ്തർ എബവ് ഓർ ബിലോ. വേണ്ട നമുക്ക് ഗോ ടുവിന് മുകളിലും വേണമെങ്കിൽ നമുക്ക് ഈ ലാബിൽ മാർക്ക് ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി ഗോ ടു, അപ്പോൾ ഈ ലാബിൽ ഓട്ടോമാറ്റിക്കലി മുകളിലേക്കായിരിക്കും പോവുക. അപ്പോൾ എവിടെയാണോ ഈ ലാബിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടേക്കായിരിക്കും പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇവിടെ കണ്ടീഷൻ ആവശ്യമില്ല, ഈ ലാബിൽ കാണുന്നിടത്തേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എഴുതി നടക്കുന്നത്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൽ നടക്കുന്നത്. എക്സാമ്പിൾ പറയാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐയുടെ വാല്യൂ 1. സി ഔട്ട് ഐ പ്രിൻറ്റ് ചെയ്തു, 1 പ്രിൻറ്റ് ചെയ്തു. പ്ലസ് ഐ മീൻസ് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു, സോ ഐയുടെ വാല്യൂ 2 ആയി. ഇഫ് ഐയുടെ വാല്യൂ 2 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇത് നോക്കൂ, ഇതൊരു ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗോ ടു എങ്ങോട്ടാണ് അതിൻ്റെ കൺട്രോൾ പോകുന്നത്, ഈ വേരിയബിൾ എവിടെയാണ് എഴുതിയിട്ടുള്ളത്, ഈ വേരിയബിൾ എഴുതിയത് കണ്ടോ, ഇവിടെയാണ്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് സെയിം വേരിയബിൾ അല്ല, സെയിം ലാബിൽ. ഈ ലാബിൽ എവിടെയാണോ എഴുതിയിട്ടുള്ളത് അവിടേക്കാണ് പ്രോഗ്രാം, അതിൻ്റെ നേരെയുള്ള ഇൻസ്ട്രക്ഷൻ മുതലാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ഇവിടേക്കാണ്. അപ്പോൾ സ്റ്റാർട്ട് ലാബിൽ അതിൻ്റെ കൂടെ കോളൻ കൊടുക്കണം, അത് സിൻടാക്സ് ആണ്. സോ ഇനി നമ്മൾ അപ്പോൾ ഇവിടെ ആര് പ്രിൻറ്റ് ചെയ്തു, 2 പ്രിൻറ്റ് ചെയ്തു. ദെൻ പ്ലസ് ആയി 3 ആയി, ചെക്ക് ചെയ്തു, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, എഗെയിൻ കണ്ടീഷൻ ട്രൂ. ഗോ ടു സ്റ്റാർട്ട്, എഗെയിൻ മൂവ്സ് ടു സി ഔട്ട്, 3 പ്രിൻറ്റ് ചെയ്തു, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, എഗെയിൻ ട്രൂ. ഗോ ടു സ്റ്റാർട്ട്, വീണ്ടും 4 പ്രിൻറ്റ് ചെയ്തു. ദിസ് പ്രോസസ് ഇസ് റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ് യൂസിങ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യുന്നത്, നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലാണ് പഠിച്ചത്, അതേ പ്രോസസ്സാണ് ഇവിടെ ആര് ചെയ്യുന്നത്, ഗോ ടു. ഇവിടെ കണ്ടീഷനൊന്നുമില്ല, ജസ്റ്റ് എ ലാബിൽ. ഈ ലാബിൽ എവിടെയാണ് എഴുതിയിട്ടുള്ളത് അവിടേക്കാണ് ഈ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ ദിസ് കണ്ടീഷൻ ഈസ് ഫോം, അണ്ടിൽ ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നവരെ ഈ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഈ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവുന്നത്. അതായത് 50 കഴിഞ്ഞ് 51 ആയി, 51 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ, അല്ല, കണ്ടീഷൻ ഫാൾസ് ആയി. ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ഫ്രം ദിസ് പ്രോസസ്. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഗോ ടുവിൻ്റെ ആ ലൂപ്പിംഗ് സ്റ്റേറ്റ് ഗോ ടു വെച്ച് ഇവിടെ റിപ്പീറ്റ് ചെയ്ത ഈ സ്റ്റെപ്പിൽ നിന്ന് പുറത്താവുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഗോ ടു ഈസ് ആൻ അൺകണ്ടീഷണൽ ഫ്ലോ ഓഫ് ട്രാൻസ്ഫർ. സോ ഇറ്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ബൈ സ്പെസിഫൈങ് ദ ലാബിൽ. എവിടെയാണ് ഈ ലാബിൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് അവിടേക്കാണ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. Second type of jump statement is break. So break is a keyword. So break statement യൂസ് ചെയ്യുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് അകത്തും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്തുമാണ് യൂസ് ചെയ്യുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് അകത്തത് യൂസ് ചെയ്യുന്നത് സ്വിച്ചിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരാനാണ്.
അതേപോലെ ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് അകത്ത് ആ ചെയ്യുന്ന ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് ഈസ് ദ കീവേഡ്. എവിടെയാണോ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്, എപ്പോഴാണോ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്, ജസ്റ്റ് ആ സമയത്ത് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചിൻ്റെ അകത്ത് എപ്പോഴും കേസിൻ്റെ അവസാനമാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. സോ ആ കേസ് എക്സിക്യൂട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ഫ്രം ദ സ്വിച്ച്. സോ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ലൂപ്പ് നമുക്ക് 3 തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അതിൽ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, ആ ഒരു ഐട്രേഷൻ നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. So it is used with switch statement and loop statement. It transfers the program control outside the switch block. So in a loop, it takes the program control outside the immediate enclosing loop. Syntax break എന്നുള്ളതാണ് ഇതിൻ്റെ keyword. So consider this example. I equal to 1. While I less than or equal to 10. 1 ആണ്. 1 less than or equal to 10. Yes, condition true I. C in num. നമ്മളൊരു ഇൻപുട്ട് കീബോർഡിലൂടെ നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി 10. ഞാൻ ഇൻപുട്ട് ചെയ്ത വാല്യൂ 10 ആണെന്ന് അസ്യൂം ചെയ്യും. ചെക്ക് ചെയ്യണം. ഇഫ് നം ഈക്വൽ ടു 5, ഞാൻ 10 ആണ് ഇൻപുട്ട് ചെയ്തതെങ്കിൽ 10 ഈക്വൽ ടു 5 ആണോ? അല്ല. സ്വാഭാവികമായിട്ട് ഈ കണ്ടീഷൻ ഫോൾസ് ആയി. നേരെ നമ്മൾ പുറത്തേക്ക് വന്നു. ആര് പ്രിൻറ്റ് ചെയ്തു? 10 പ്രിൻറ്റ് ചെയ്തു. ദെൻ ഐ പ്ലസ് പ്ലസ് 1 2 ആയി. കണ്ടീഷൻ വീണ്ടും ലൂപ്പാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. എഗെയിൻ ലൂപ്പിൻ്റെ അകത്ത് വേറൊരു വാല്യൂ ഇൻപുട്ട് ചെയ്തു. ലെറ്റ് ഇറ്റ് ബി 5. ഞാൻ നമ്മിൻ്റെ വാല്യൂ 5 ആണ് ഇൻപുട്ട് ചെയ്ത് വിചാരിക്കും. ചെക്ക് ചെയ്യണം. ഇഫ് 5 ഈക്വൽ ടു 5, യെസ് 5 ഈക്വൽ ടു 5 ആണ്. ബ്രേക്ക്. സോ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടാൽ നേരെ ലൂപ്പിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. ശരിക്കും ഈ ഐട്രേഷൻ എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്? 10 പ്രാവശ്യം ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം തന്നെ നമ്മിൻ്റെ വാല്യൂ 5 കൊടുത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് ചെയ്തു? ആ ലൂപ്പ് 2 പ്രാവശ്യം എക്സിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ നമ്മിൻ്റെ വാല്യൂടെ 5 കൊടുത്തപ്പോൾ തന്നെ എന്തായി? കണ്ടീഷൻ ട്രൂ ആയി. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പിൽ നിന്ന് നമുക്ക് എപ്പോൾ പുറത്തേക്ക് വരണോ ആ സമയത്ത് എന്ത് ചെയ്താൽ മതി? ബ്രേക്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്താൽ മതി. സോ ഇറ്റ് exit from the corresponding loop. So break എന്നുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അത്. സോ ഇറ്റ് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ലൂപ്പ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. സാധാരണ ലൂപ്പിൽ നിന്ന് എപ്പോഴാണ് പുറത്തേക്ക് വരിക? ഈ കണ്ടീഷൻ ഫോൾസ് ആയാൽ മാത്രമേ നമുക്ക് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷേ നമുക്ക് കണ്ടീഷൻ ഇപ്പോൾ ഇത് 10 പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബ്രേക്ക് കൊടുത്താലും മതി. ഓട്ടോമാറ്റിക്കലി വി ക്യാൻ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് എ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സിങ് ദ നെക്സ്റ്റ് ഐട്രേഷൻ. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അകത്താണ് നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൂപ്പിൻ്റെ അകത്ത് കണ്ടിന്യൂ യൂസ് ചെയ്യുമ്പോൾ ഒരു ഐട്രേഷൻ്റെ ബാക്കിയുള്ളത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട, അത് സ്റ്റോപ്പ് ചെയ്തിട്ട്. ഇപ്പോൾ 10 പ്രാവശ്യം ചെയ്യേണ്ട ഒരു ലൂപ്പ് എനിക്ക് 3ാമത്തെ പ്രാവശ്യം അത് ചെയ്യേണ്ട, നമുക്ക് ആ ഒരു ഭാഗം മാത്രം വേണ്ട എങ്കിൽ ആ 3ാമത്തെ പ്രോസസ്സിന് സ്റ്റോപ്പ് ചെയ്ത് 4ാമത്തെ ഐട്രേഷൻ മുതൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ബ്രേക്കും കണ്ടിന്യൂ 2 തരത്തിലാണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ദ ലൂപ്പിനെ നിർബന്ധിച്ച് നിർത്തിയിട്ട് ആ ലൂപ്പിനെ പുറത്തേക്ക് വരാനാണ് എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ആ ഐട്രേഷനിലെ ഏതെങ്കിലും ഒരു ഐട്രേഷൻ സ്കിപ്പ് ചെയ്ത് ബാക്കി ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. സോ ഇവിടെ സിൻടാക്സിൽ കണ്ടിന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലൂപ്പ് for i equal to 1, i less than or equal to 10 plus i. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആയി. ലൂപ്പിലേക്ക് കയറി ചെക്ക് ചെയ്യണം. ഇഫ് i ഈക്വൽ ടു 6, ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. 1 ഈക്വൽ ടു 6 ആണോ? അല്ല. നേരെ നമ്മൾ ഇഫിൻ്റെ അകത്ത് കയറുന്നില്ല, പുറത്തേക്ക് വന്നു, i പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താണ്? 1 നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തു. വീണ്ടും പ്ലസ് i ലൂപ്പ് വർക്ക് ചെയ്യാണ്. കണ്ടീഷൻ ഇൻക്രിമെൻറ്റ് ചെയ്തു. 2i, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ. എഗെയിൻ ഇൻസൈഡ് ദ ലൂപ്പ്. ഇഫ് 2 ഈക്വൽ ടു 6 ആണോ? അല്ല. 2 പ്രിൻറ്റ് ചെയ്തു. ദെൻ 3i, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ. ഇഫ് 3 ഈക്വൽ ടു 6
നോ, എഗെയിൻ ഫാൾസ്. 3 പ്രിൻ്റ് ചെയ്തു, 4 ആയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, കണ്ടീഷൻ ട്രൂ. ലൂപ്പിൻ്റെ അകത്ത് ഇഫ് 4 ഈക്വൽ ടു 6, യെസ്, അല്ല സോറി, 4 ഈക്വൽ ടു 6, നോ, എഗെയിൻ ആരെ പ്രിൻ്റ് ചെയ്തു? 4 പ്രിൻ്റ് ചെയ്തു. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, യെസ്, കണ്ടീഷൻ ട്രൂ. എഗെയിൻ ലൂപ്പിൻ്റെ അകത്ത് ഇഫ് 5 ഈക്വൽ ടു 6 ആണോ? അല്ല, നമ്മൾ ആരെ പ്രിൻ്റ് ചെയ്തു? 5 പ്രിൻ്റ് ചെയ്തു. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എഗെയിൻ കണ്ടീഷൻ ട്രൂ. ഇതിൻ്റെ അകത്ത് ഇഫ് 6 ഈക്വൽ ടു 6 ആണല്ലേ, അപ്പോഴാണ് ആര് വർക്ക് ചെയ്യുന്നത്? കണ്ടിന്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടത്തിൻ്റെ താഴത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും. നേരെ എങ്ങോട്ടാണ് പോകുന്നത്? 7ലാണ് ആവുന്നത്. ദെൻ ചെക്ക് ചെയ്യും 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? യെസ്, കണ്ടീഷൻ ട്രൂ. 7 ഈക്വൽ ടു 6 ആണോ? അല്ല, വീണ്ടും 7 പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 1 2 3 4 5 പ്രിൻ്റ് ചെയ്തു, 6 പ്രിൻ്റ് ചെയ്തില്ല. കാരണം എന്താണ്? ഇതിനടിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യുക ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഐട്രേഷൻ ഒഴിവാക്കാനാണ് ആര് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ കമ്പയർ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. സോ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് സ്വിച്ച്, ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്പ്, whereas continue is used only with loop. Break takes the control outside the loop by skipping the remaining part of the loop. ബ്രേക്ക് ലൂപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള പോർഷൻസ് എല്ലാം സ്കിപ്പ് ചെയ്ത് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരിക ചെയ്യുന്നത്. Whereas in the case of continue, it is used for skipping on only a part of the code within the loop body and continues the iteration. ചെറിയൊരു പാർട്ട് മാത്രം സ്റ്റോപ്പ് ചെയ്ത് ബാക്കിയുള്ള ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി ബ്രേക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ബ്രേക്ക് എന്നുള്ള ഒരു ലൂപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ ഫോൾസ് ആവണമെന്നില്ല, അല്ലേ? കണ്ടീഷൻ ഫോൾസ് ആയാലാണ് ലൂപ്പിൽ നിന്ന് പുറത്താവുന്നത്. കണ്ടീഷൻ ഫോൾസ് ആവുന്ന മുന്നേ തന്നെ വേണമെങ്കിൽ നമുക്ക് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ആര് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക്. സോ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ദ ലൂപ്പ് ഈവൻ വെൻ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ലൂപ്പ് റിട്ടേൺസ് ട്രൂ. നേരെ മറിച്ച് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടീഷൻ ഫോൾസ് ആയാൽ മാത്രമേ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ആവുന്നുള്ളൂ. കാരണം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഐട്രേഷനിൽ ഏതെങ്കിലും ചെറിയൊരു ഭാഗം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്.